ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അസിക്കോസ്. എടാ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻ ദ അറ്റിക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. എവറി ഹ്യൂമൻ ബീങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. ഓരോ ഹ്യൂമൻ ബീങ്ങിനും സ്വതന്ത്രമായി അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, അർഹത ഇവിടെയുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇത് സാർവലൗകികമായ മനുഷ്യാവകാശങ്ങളാണ്. ബട്ട് ഇൻ ദ വേൾഡ് വി ലിവ് ഇൻ, പക്ഷെ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് ദീസ് ബേസിക് റൈറ്റ്സ്. മില്യൺ കണക്കിന് ആളുകൾക്കാണ് ഈ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നത്. Vladislav Spilman, a pianist and composer, was a Polish Jew. I mean, വാരിസ്ലാവ് സ്പിൽമൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കഥയ്ക്കകത്തെ പ്രധാന കഥാപാത്രം ഒരു പിയാനിസ്റ്റും കമ്പോസറുമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരു പോളണ്ടുകാരനായ ജൂതനാണ്. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ ഗെറ്റോ. അദ്ദേഹം ഗെറ്റോയിൽ ജീവിക്കാൻ വേണ്ടി നിർബന്ധിതനായിരുന്നു. അ ഡിസ്മൽ പ്ലേസ് മെൻ ഫോർ ജ്യൂസ് അലോൺ. ജൂതരായ ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ഏരിയനെയാണ് ഗെറ്റോ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് മോസ്റ്റ് ഓഫ് ദി ജ്യൂസ് വാസ് ദെൻ സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടെ ആ ഗെറ്റോകളിൽ നിന്നും കൂടുതലും ജൂതരായ ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും ആൻഡ് ദേ വർ ടോർച്ചേർഡ്, അവിടെ വെച്ച് അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ടു ഗ്യാസ് ചാമ്പേഴ്സ്, അവിടെ നിന്നും ഗ്യാസ് ചാമ്പറുകളിലേക്കും. ആൻഡ് ദേ വർ കിൽഡ് ഇൻ മാസ്, അവിടുന്ന് അവരെ കൂട്ടമായി കൊലപ്പെടുത്തുന്നുണ്ട്. ഹിയർ ദ മീനിങ് ഓഫ് ദ ഫ്രേസ് എൻ മാസ് ഈസ് ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, ഒരുമിച്ച്, കൂട്ടമായി എന്നർത്ഥം വരുന്ന വാക്കാണ്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമൻസ് ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദ വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തും ജീവൻ നിലനിർത്താൻ വേണ്ടി സ്പിൽമൻ നടത്തിയിട്ടുള്ള ആ ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് എന്നാണ്. ഓക്കെ, ഇൻ ദ അറ്റിക് ബൈ വാരിസ്ലാവ് സ്പിൽമൻ. സോ ഹിയർ ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അറ്റിക് എന്ന വാക്യത്തിൻ്റെ അർത്ഥമാണ്. അറ്റിക് എന്ന് പറഞ്ഞാൽ എ റൂം അണ്ടർ ദ റൂഫ്, എ സ്മോൾ റൂം അണ്ടർ ദ റൂഫ്. ഇവിടെ നമ്മുടെ വാരിസ്ലാവ് സ്പിൽമൻ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ലാഡർ ഡോറിനടുത്തുള്ള ചെയറിൽ ഞാൻ ശക്തിയായി ഇരുന്നു. ഇവിടെ സ്ലംഡ് എന്ന് പറഞ്ഞാൽ ടു സിറ്റ് ഓർ ഫോൾ ഹെവിലി ആൻഡ് ലിംബിലി. നമ്മൾ ശക്തിയായി ഈ തളർന്നു വീണൊക്കെ അങ്ങോട്ട് പതിഞ്ഞിരിക്കുന്നതിനെയാണ്, ശക്തിയായി ഇരിക്കുന്നതിനെയാണ് സ്ലംപ്ഡ് എന്ന് പറയുന്നത്. ആൻഡ് ലാഡർ മീൻസ് എ സ്റ്റോറേജ് റൂം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോറേജ് റൂമിനോട് ചാരിയിട്ട് ഒരു കസേരയുണ്ടായിരുന്നു. ആ കസേരയിൽ ഇദ്ദേഹം ശക്തിയായി പേടിച്ചതുപോലെ ഭയപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ഇരുത്തം ഇരിക്കുകയാണ്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി. ഞാൻ ബുദ്ധിമുട്ടി സംസാരിച്ചു തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ഞാൻ ഈ ഇരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്തോളൂ, ഞാൻ എവിടെ നിന്നും അനങ്ങുന്നില്ല. ഇവിടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് സ്റ്റാമേർഡ് എന്നുള്ള വാക്കുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്റ്റാമേർഡ് ഈസ് സ്പീക്ക് വിത്ത് ഡിഫിക്കൽട്ടി. ഓക്കെ, ബുദ്ധിമുട്ടി സംസാരിക്കുന്നതിനെയാണ് സ്റ്റാമേർഡ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ ഇവിടുന്ന് അനങ്ങുന്നില്ല. സോ അറ്റ് ദാറ്റ് ടൈം ദ ജർമ്മൻ ഓഫീസർ റിപ്ലൈസ്, ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാനുള്ള ഉദ്ദേശം എനിക്കില്ല. ആൻഡ് ദെൻ ഹി ആസ്ക്ഡ് മീ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് ജോലി എന്ന രൂപേണ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഐ ആം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനിസ്റ്റാണ്. ഹീ ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. ഈ ഒരു ഉത്തരം സ്പിൽമൻ പറഞ്ഞതോടുകൂടെ അദ്ദേഹം ക്ലോസായി ഈ സ്പിൽമനെ നോക്കുന്നുണ്ട്. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു അതർ റൂം. അപ്പുറത്തുള്ള ഒരു റൂമിൻ്റെ ഡോറിലേക്ക് ഇദ്ദേഹത്തിൻ്റെ നോട്ടം, ഗ്ലാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ആൻ ഐഡിയ സീം ടു ഹാവ് സ്ട്രക്ക് ഹിം. ആളുടെ മനസ്സിലൊരു ഐഡിയ ഉദിക്കുന്നുണ്ട്. കം വിത്ത് മീ, വിൽ യു. അദ്ദേഹം നിങ്ങൾ എൻ്റെ കൂടെ വരുമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപ്പുറത്തുള്ളൊരു മുറിയിലേക്ക് ക്ഷണിക്കുകയാണ്. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം.
അങ്ങനെ ഞങ്ങൾ അടുത്ത മുറിയിൽ പോയി. എ പിയാനോ സ്റ്റോഡ് ബൈ ദ വാൾ. ആ റൂമിനകത്ത് ഒരു ചുമരിനോട് ചാരിയിട്ട് ഒരു പിയാനോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. ആ ഓഫീസർ ആ ഇൻസ്ട്രുമെൻറ്റിലേക്ക്, പിയാനോയിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, പ്ലേ സംതിങ്, എന്തെങ്കിലും ഒന്ന് വായിക്ക്. ഐ ലുക്ഡ് ഇൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡൻ മൂവ്. ഞാനൊരു ചോദ്യരൂപേണെ അദ്ദേഹത്തെ നോക്കി, ഞാൻ അനങ്ങിയില്ല എന്ന് സ്പിൽമൻ ഇവിടെ പറയുന്നുണ്ട്. ഇൻക്വയറിംഗ്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം ക്വസ്റ്റ്യനിംഗ്ലി, ചോദ്യരൂപേണെ, ഒരു സംശയാസ്പദമായ രീതിയിൽ. ഹി ഒബ്വിയസ്ലി സെൻസ് മൈ ഫിയേഴ്സ്. അദ്ദേഹത്തിന് എൻ്റെ ഉള്ളിലെ ആ ഒരു ഭയം ശരിക്കും അദ്ദേഹത്തിന് മനസ്സിലാക്കാനായി. സോ ഹിയർ the meaning of the word obviously is clearly, and sense means he understood, he realized. Since he added reassuringly, ശേഷം അദ്ദേഹം ഒരു കോൺഫിഡൻസ് തരുന്നത് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് എന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഇഫ് എനി വൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെൻറ്റ് ഔട്ട്. അദ്ദേഹം ഒരു ധൈര്യം കൊടുക്കുന്ന പോലെ ആ ജർമ്മൻ ഓഫീസർ സ്പിൽമൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ ധൈര്യമായി വായിച്ചുകൊള്ളൂ. നിങ്ങൾ ഈ പിയാനോ വായിക്കുന്നത് കേട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞേക്കാം ഞാനാണ് അത് വായിച്ചതെന്ന്. ആൻഡ് വെൻ ഐ പ്ലേസ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. അങ്ങനെ ഞാൻ എൻ്റെ വിരലുകൾ ആ കീബോർഡിനകത്ത് വെച്ചപ്പോൾ എൻ്റെ വിരലുകൾ വിറച്ചു എന്ന് പറയുന്നുണ്ട്. ഐ ഹാഡൻ പ്രാക്ടീസ് ഫോർ 2.5 years. കാരണം കഴിഞ്ഞ 2.5 വർഷത്തോളമായി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മൈ ഫിംഗേഴ്സ് വർ സ്റ്റിഫ്. എൻ്റെ വിരലുകൾ സ്റ്റിഫായിരുന്നു. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്റ്റിഫ് ഈസ് ഹാർഡ്. പ്രാക്ടീസ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഹാർഡായിരുന്നു. ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിരലുകൾ ചെളി ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, ലെയറായി കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ ഹാഡൻ കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. മാത്രമല്ല ആഴ്ചകളായിട്ട് അദ്ദേഹം തൻ്റെ നഖം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പിയാനോ വായിക്കാൻ ഒരുങ്ങുന്ന സമയത്തൊരു ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഷെയ്ക്ക് ചെയ്യുന്നൊരു ഫീല് അദ്ദേഹത്തിന് വരുന്നുണ്ട്. ഐ പ്ലേഡ് ചോപ്പിൻസ് നൊക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചോപ്പിൻ്റെ നൊക്ടേൺ ഒരു സി ഷാർപ്പ് മൈനറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഹിയർ നൊക്ടേൺ, ചോപ്പിൻസ് നൊക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ, ദാറ്റ് ഈസ് എ സോഫ്റ്റ് പീസ് ഓഫ് മ്യൂസിക്. ഓക്കെ, ചോപ്പിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പീസ് ഓഫ് മ്യൂസിക്കിനെയാണ് അവിടെ നൊക്ടേൺ എന്ന് പറയുന്നത്. ആ ഒരു നൊക്ടേൺ സി ഷാർപ്പ് മൈനറിനകത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്ലേ ചെയ്യുന്നു. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് യുറി. ഞാൻ ആ ഒരു പിയാനോ വായിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഒരു സങ്കടകരമായ, ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇയറി എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്ലൂമി ആൻഡ് strange and frightening. Okay. I heard a shot down below outside the building. ഇദ്ദേഹം ആ സമയത്ത് ബിൽഡിങ്ങിന് പുറത്ത് ഒരു ഗൺ ഷോട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എ ഹാഷ്, ഒരു പരുക്കനായ ലൗഡ് ജർമ്മൻ നോയ്സ്, നല്ല ഉച്ചത്തിലുള്ള ഒരു ജർമ്മൻ നോയ്സും. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. ആ സമയത്ത് ഓഫീസർ സൈലൻ്റായി എന്നെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ്. കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം ഒരു നെടുവീർപ്പിടുന്നു. ആൻഡ് മറ്റേർഡ്. ശേഷം അദ്ദേഹം പിറുപിറുക്കുന്നു. മറ്റേർഡ് എന്ന് പറഞ്ഞാൽ വിസ്പേർഡ് ഓർ മെർമേർഡ്. ഓക്കെ, ഓൾ ദ സെയിം യു ഷുഡിൻ സ്റ്റേ ഹിയർ. അദ്ദേഹം പറയുന്നു, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. ഞാൻ നിങ്ങളെ ഈ നഗരത്തിന് പുറത്ത് ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. യു വിൽ ബി സേഫ് ദർ. അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും. ഐ ഷൂക്ക് മൈ ഹെഡ്. ഞാൻ എൻ്റെ തലയാട്ടി. ഐ ക്യാൻറ്റ് ലീവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം വിട്ടുപോകാനാവില്ല. ഐ സെഡ് ഫേംലി. ഞാൻ സ്പെൽമൻ ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. ആ ഒരു സമയത്താണ് എന്തുകൊണ്ടാണ് സ്പെൽമൻ ആ ഒരു മുറിക്കകത്ത്, ആ ഒരു റൂയിൻസിനകത്ത് ഹൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇവിടെ റൂയിൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, ആ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. ഓക്കെ, ഡി കെ എന്നർത്ഥം വരുന്ന വാക്കാണ് റൂയിൻസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി
അദ്ദേഹം നിങ്ങളെ ഞാൻ നഗരം വിട്ട് ഗ്രാമത്തിലൊരിടത്ത് കൊണ്ടാക്കാം, അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കുമെന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം തലയാട്ടുന്നു, ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടും ഇല്ല എന്ന് പറയുന്ന സമയത്ത്, ആ സമയത്താണ് ഈ ജർമ്മൻ ഓഫീസർക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ആ ഒരു കാരണം എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത്. ഓക്കെ, യു ആർ ജൂയിഷ്, ഹി ആസ്ഡ്. ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളൊരു ജൂതനാണോ? യെസ്, അതെ. വെൽ, ഹി മർമർഡ്. അപ്പോൾ അതേ എന്ന് പറയുമ്പോൾ ഈ ജർമ്മൻ ഓഫീസർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മർമർ ചെയ്യുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി ക്യാൻ ലീവ്. അപ്പോൾ അദ്ദേഹം, ഈ ജർമ്മൻ ഓഫീസർ മനസ്സിലാക്കുന്നു, അദ്ദേഹം ഒരു ജൂതനാണെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര കണ്ട് ഈസി അല്ല, ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, വേർ ആർ യു ഹൈഡിങ്? എവിടെയാണ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം ഉത്തരം പറയുന്നു, ഇൻ ദ അറ്റിക്. ഞാൻ അറ്റിക്കിനകത്താണ്. ഐ ടോൾ യു ദ മീനിങ് ഓഫ് ദ വേർഡ് അറ്റിക്, എ സ്മോൾ റൂം അണ്ടർ ദ റൂഫ്. ഓക്കെ, അറ്റിക്കിലാണ് ഹൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഹി ഇൻസ്പെക്റ്റഡ് ദ അറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ്. അദ്ദേഹം ആ ഒരു അറ്റിക്ക് ഇൻസ്പെക്ട് ചെയ്യുന്നു, പരിശോധിക്കുന്നു. മാത്രമല്ല അദ്ദേഹം അവിടെ ഒരു കാര്യം ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. ഇന്ന് വരെ, ഐ മീൻ ആ ഒരു ദിവസം വരെ സ്പെൽമന് നോട്ടീസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യം ഈ ജർമ്മൻ ഓഫീസർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ്. ബോർഡുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ലോഫ്റ്റ്. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ലോഫ്റ്റ് ഈസ് എ സ്റ്റോറേജ് റൂം. ഓക്കെ, നമ്മൾ ഈ ഇരുട്ടുമുറി, ഈ പഴയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മുറികളുണ്ടല്ലോ, അങ്ങനെ ഒരു സ്റ്റോറേജ് റൂം എന്നർത്ഥം വരുന്ന വാക്കാണ് ലോഫ്റ്റ്. അപ്പോൾ അത്രയും ദിവസം അവിടെ ഇരുന്നിട്ടും സ്പെൽമന് കാണാനാവാത്ത ആ ഒരു ലോഫ്റ്റ് ഈ ഒരു ജർമ്മൻ ഓഫീസർ അവിടെ കണ്ടുപിടിക്കുന്നു. ആൻഡ് ഡയറക്ട്ലി അബൌവ് ദ എൻട്രൻസ് ടു ദ അറ്റിക്. ആ അറ്റിക്കിലേക്കുള്ള എൻട്രൻസിൻ്റെ നേരെ മീതിയായിരുന്നു ഈ ഒരു ലോഫ്റ്റ് എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. ദ ഓഫീസർ സേഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. എന്നിട്ട് ജർമ്മൻ ഓഫീസർ ഇദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാൽ മതി. ഹി ആസ്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഇറ്റ്. പോകാൻ സമയം അദ്ദേഹം കഴിക്കാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. നോ, ഐ സേഡ്. ആ സമയത്ത് സ്പെൽമൻ ഇല്ല എന്ന് പറയുന്നു. വെൽ, നെവർ മൈൻഡ്, ഹി ഹാഡ് ഇറ്റ് ഹേസ്റ്റ്ലി. ആ സമയത്ത് അദ്ദേഹം ഹേസ്റ്റ്ലി, വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ഓർ സഡൻലി, ആ സ്പോട്ടിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ആൻഡ് ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. ഞാൻ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരാം, ഫുഡ് കൊണ്ടുവരാം എന്ന് പറയുന്നു. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. ഈ സമയത്താണ് നമ്മുടെ ഈ സ്പെൽമൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു. ഐ യു ജർമ്മൻ? നിങ്ങളൊരു ജർമ്മൻ ആണോ? ഹി ഓൾമോസ്റ്റ് ഷൗഡഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. ആ ഒരു ചോദ്യത്തിന് ഒരു എതിർക്കുന്ന പോലെ, ഇഷ്ടമാകാത്ത രീതിയിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത്. അജിറ്റേറ്റഡ്, വി ക്യാൻ സേ ദാറ്റ് ആങ്ക്രിലി, ഒരു ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു എതിർപ്പോടു കൂടെയായിരുന്നു അദ്ദേഹം ആൻസർ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ അൻ ഇൻസൾട്ട്. എൻ്റെ ചോദ്യം അദ്ദേഹത്തിനൊരു ഇൻസൾട്ടായി തോന്നിയതുപോലെയായിരുന്നു. യെസ്, ഐ ആം ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ്. ഈ ജർമ്മൻ ഓഫീസർ പറയുന്നു, അതെ, ഞാനൊരു ജർമ്മനാണ്. ഒരു ജർമ്മനാണ് എന്നതിൽ എനിക്കിന്ന് നാണക്കേടാണ്, ഇന്നിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. അബ്രപ്റ്റ്ലി, സഡൻലി ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. ഇദ്ദേഹം ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. 3 days പാസ്ഡ് ബിഫോർ ഹി റീ അപ്പിയർഡ്. 3 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അവിടെ റീ അപ്പിയർ ചെയ്യുന്നു. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. എൻ്റെ ലോഫ്റ്റിന് താഴെ ഒരു പിറുപിറുക്കുന്ന ശബ്ദം ഞാൻ കേട്ടപ്പോൾ, ഇറ്റ് വാസ് ആൻ ഈവനിങ് ടൈം ആൻഡ് ദ ലൈറ്റ് വാസ് പിച്ച് ഡാർക്ക്. ഐ മീൻ ഒരു മങ്ങിയ വെളിച്ചുള്ള ഒരു ഈവനിങ് ടൈമിലായിരുന്നു എൻ്റെ ലോഫ്റ്റിന് താഴെ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടേന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കേട്ട ശബ്ദം? ഹലോ, ആർ യു ദർ? നിങ്ങൾ അവിടെ ഉണ്ടോ? യെസ്, ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. അദ്ദേഹം റിപ്ലൈ ചെയ്യുന്നു, അതെ, ഞാനിവിടെയുണ്ട്. സൂൺ ആഫ്റ്റർവേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തായി എന്തോ ഒന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. ത്രൂ ദ പേപ്പർ, ഒരു പേപ്പറിലൂടെ. ഐ ഫെൽ സെവറൽ ലോവ്സ് ഇൻ സംതിങ് സോഫ്റ്റ്. അപ്പം അത് ഇദ്ദേഹം നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ലവ്സിന് പോലെ, ഈ അപ്പക്കഷ്ണങ്ങളൊക്കെ പോലെയുള്ള ബ്രെഡ് പോലെയുള്ള എന്തോ ആയിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. അപ്പോൾ അദ്ദേഹം
അത് നോക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഗ്രീസ് പ്രൂഫ് പേപ്പറിനകത്ത് ജാം റാപ്പ് ചെയ്തിട്ട്, റാപ്ഡ് മീൻസ് കവർ ചെയ്ത് കൊടുത്തതാണ് എന്ന കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിക്കാനായി ബ്രെഡും ജാമൊക്കെ എന്ത് ചെയ്തതാണ്, ഒരു ഗ്രീസ് പ്രൂഫ് പേപ്പറിനകത്ത്, ഗ്രീസ് പ്രൂഫായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പൊതിയുന്ന തരത്തിലുള്ള ആ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്. അദ്ദേഹം ആ ഒരു പാക്കേജ് എടുത്ത് ഒരു സൈഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം പറയുന്നു, വെയിറ്റ് എ മൊമെൻറ്റ്, ഒരു നിമിഷം. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. ആ ഒരു വോയിസ് ഇംപേഷ്യൻ്റ് ആയിട്ടാണ് തോന്നിയെന്ന് പറയുന്നുണ്ട്. ഇത് ഏർജൻ്റ് ആയ പോലെ സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയത്. വാട്ട്സ് ഇറ്റ്, ഹറിയപ്പ്, എന്താ കാര്യം, പെട്ടെന്ന് പറ. ദ ഗാർഡ്സ് സോ മീ കം ഇൻ ഹിയർ. എന്നിട്ട് ഈ ജർമ്മൻ ഓഫീസർ പറയുന്നു, ഞാൻ അകത്തേക്ക് വരുന്നത് താഴെയുള്ള ഗാർഡ്സ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ മസ്റ്റ് നോട്ട് സ്റ്റേ ലോങ്. കൂടുതൽ സമയം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ കഴിയൂല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. യു ജസ്റ്റ് ഹാവ് ടു ലിവ് ഹിയർ ഫോർ ഫ്യൂ മോർ വീക്സ്. കുറഞ്ഞ ആഴ്ചകളും കൂടെ നീ ഇവിടെ എന്ത് ചെയ്യണം, ഹാങ് ഓൺ. ഹാങ് ഓൺ എന്ന് പറയുന്നതൊരു ഫ്രേസാണ്, വിച്ച് മീൻസ് സ്റ്റേ ഹോപ്പ്ഫുൾ, ടു സ്റ്റേ ഹോപ്പ്ഫുൾ, പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക, അവിടെ താമസിക്കുക. ആൻഡ് ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. അതായത് സ്പ്രിങ് ആകുമ്പോഴേക്ക്, ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇവിടെ എന്ത് വരും, ഈ യുദ്ധമൊക്കെ ഇവിടെ അവസാനിക്കും. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. പിന്നീട് ആ വോയിസ് സൈലൻ്റ് ആകുന്നു. ഐ ഡിഡൻ നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ. ആ ഓഫീസർ അവിടെ തന്നെ ഉണ്ടോ, ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, അദ്ദേഹം പോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടെ പറയുന്നു, യു മസ്റ്റ് ഹാങ് ഓൺ. ഡു യു ഹിയർ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ ഇവിടെ ഹാങ് ഓൺ ചെയ്യണം. യു ഹാവ് ടു സ്റ്റേ ഹോപ്പ്ഫുൾ ഹിയർ. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാഷ്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഒരു ഹാഷായ, ഒരു കൽപ്പന പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട് സ്പിൽമൻ. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിങ് ആൻ ഓർഡർ. അദ്ദേഹം ഒരു ഓർഡർ നൽകുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ആൻഡ് കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിങ് ബിലീഫ്. അൺയീൽഡിങ് മീൻസ് ഇൻഫ്ലെക്സിബിൾ. ഓക്കെ, സ്റ്റബോൺ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്, ദൃഢമായ. അത്രയും ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കൺവിൻസ് ചെയ്യുന്നത് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. നമുക്ക് നല്ലതായ രീതിയിൽ തന്നെ ഈ യുദ്ധം എന്ത് ചെയ്യും, അവസാനിക്കും. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വൈറ്റ് സൗണ്ട് ഓഫ് ദ അറ്റിക് ഡോർ ക്ലോസിങ്. പിന്നീട് അദ്ദേഹത്തിന് അവിടെ കേൾക്കാൻ പറ്റുന്നത് ആ ഒരു അറ്റിക്കിൻ്റെ ഡോർ ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, മൊനോട്ടണസ്. മൊണോട്ടണസ് എന്ന് പറഞ്ഞാൽ റെപ്പിറ്റിഷ്യസ് ഓർ ബോറിങ്. ആവർത്തന വിരസതയുണ്ടാക്കുന്ന, മടുപ്പിക്കുന്ന. ഹോപ്പ്ലെസ് വീക്സ് പാസ് ബൈ. പ്രതീക്ഷകളില്ലാത്ത ആഴ്ചകൾ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. അതായത് ആർട്ടിലറി ഫയറിൻ്റെ ശബ്ദം കുറഞ്ഞു വന്നു എന്ന് പറയുകയാണ്. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ആർട്ടിലറി ഈസ് ലാർജ് ഗൺസ് യൂസ്ഡ് ഫോർ വാർ. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ലാർജ് ഗൺസിനെയാണ് ആർട്ടിലറി എന്ന് പറയുന്നത്. ഓക്കെ, ദ വേർഡ് ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. ആ നിശബ്ദതയെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരൊറ്റ ഷോട്ടിൻ്റെ സൗണ്ട് പോലും കേൾക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്പിൽമൻ ഇവിടെ പറയുന്നുണ്ട്. സോൾജിയേഴ്സ് വെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. പലപ്പോഴായി സോൾജിയേഴ്സ് സ്റ്റെയർ കയറി വരുന്നു, ചിലർ ഇറങ്ങിപ്പോകുന്നു. ഓഫൺ ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ്പ് ടു ദ അറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. ചില സമയത്ത് ഈ സോൾജിയേഴ്സ് വലിയ വലിയ പാക്കേജുകൾ അറ്റിക്കിനകത്തേക്ക് കൊണ്ടുവരുന്നു, ചിലത് അറ്റിക്കിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഫെച്ച് മീൻസ് ബ്രിങ്. അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവരെടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ബട്ട് ഇവിടെ സ്പിൽമൻ പറയുന്നു, എൻ്റെ ഹൈഡിങ് പ്ലേസ് ദാറ്റ് വാസ് വെൽ ചോസൺ. അത് നല്ല പോലെ തിരഞ്ഞെടുത്ത ഒന്നായിരുന്നു എൻ്റെ ഈ ഒരു ഒളി സങ്കേതം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഒരാൾ പോലും ആ ലോഫ്റ്റിലൊന്ന് സെർച്ച് ചെയ്യണമെന്ന് കരുതുന്നില്ല, അങ്ങനെ ചിന്തിച്ചു പോലുമില്ല. ദെൻ ഓൺ 12th December ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. അങ്ങനെ അവസാനമായിട്ട് ആ ജർമ്മൻ ഓഫീസർ ഡിസംബർ 12 അവിടെ വരുന്നു. ഹി ബ്രോട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ. മുന്നേ കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതലായി അദ്ദേഹം
അന്ന് ബ്രെഡ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് എ വോം ഐഡ ഡൗൺ, അദ്ദേഹം ഒരു ഐഡ ഡൗണും കൂടെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഐഡ ഡൗൺ ഈസ് എ വോം ബെഡ് കവർ ഫിൽഡ് വിത്ത് സോഫ്റ്റ് ഫെതേഴ്സ്. ഐ മീൻ ഈ തൂവലുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു വോം ആയിട്ടുള്ള ബെഡ് കവറിനെയാണ് ഐഡ ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് കിടക്കാനൊന്നുമില്ലാതെ, മെത്തയൊന്നുമില്ലാതെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിടക്കാനായിട്ട് ഒരു ബെഡ് കവർ ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഹി ടോൾ മീ ഹി വാസ് ലിവിങ് വാൾസ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. അദ്ദേഹം സ്പെൽമൻ്റെ അടുത്ത് പറയുന്നു, ഞങ്ങൾ വാഴ്സ വിടുകയാണ് വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെയാണ് ഇവിടെ ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ ഞങ്ങൾ വാഴ്സ വിടുകയാണ്. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ആറ്റ്. ഐ മീൻ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഴ്സ ആസ് ദ ക്യാപിറ്റൽ ഓഫ് പോളണ്ട്. പോളണ്ടിൻ്റെ തലസ്ഥാനമാണ് വാഴ്സ. വാഴ്സയിലാണ് നമ്മുടെ ഈ ഒരു കഥ ആക്ച്വലി നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നീ പ്രതീക്ഷ കൈവിടണ്ട എന്ന് പറഞ്ഞ് പോകാനിരിക്കുന്ന സമയത്ത് സ്പെൽമൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആങ്ഷ്യസായി, ആകാംക്ഷയോടുകൂടെ ചോദിക്കുന്നു, ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്? ഞാൻ എങ്ങനെ ഈ സ്ട്രീറ്റ് ഫൈറ്റിങ്ങിനെ അതിജീവിക്കും? അതായത് ആ ബിൽഡിങ്ങിന് പുറത്ത് ഈ ജൂതരായ ആളുകളും ജർമ്മൻസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈറ്റ് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ അതിനെ ഓവർകം ചെയ്യുക, അതിജീവിക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ ജർമ്മൻ ഓഫീസർ ഉത്തരം പറയുന്നു, ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ് ദിസ് ഇൻഫെർനോ ഫോർ ഓവർ 5 years. 5 വർഷത്തിലധികമായി ഈ ഒരു നരകയാതനയെ നമ്മൾ രണ്ടുപേരും അതിജീവിക്കുന്നുണ്ട് എങ്കിൽ, ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ us to live. ദൈവത്തിൻ്റെ തീരുമാനമാണ് നമ്മൾ ജീവിക്കണമെന്നത്. അതായത് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അപകടാവസ്ഥേനെയും നമ്മൾ എന്ത് ചെയ്യും? തരണം ചെയ്യും. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻഫെർനോ ഈസ് എ ഹെല്ലിഷ് പ്ലേസ്. ഓക്കെ, ദുർഘടം പിടിച്ച ഒരു സ്ഥലം, അതല്ലെങ്കിൽ നരകയാതന, അത്രയും പ്രയാസകരമായൊരു സമയം എന്ന അർത്ഥത്തിലൊക്കെയാണ് ആ വാക്യം അവിടെ യൂസ് ചെയ്യുന്നത്. വി ഹാഡ് ഓൾറെഡി സേഡ് ഗുഡ് ബൈ. അങ്ങനെ ഞങ്ങൾ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. ആൻഡ് ഹി വാസ് റെഡി ടു ഗോ. അദ്ദേഹം എന്തിന് റെഡി ആയിരുന്നു എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം റെഡി ആയിരിക്കുകയാണ്. ഹി വാസ് അബൌട്ട് ടു ഗോ വെൻ ആൻ ഐഡിയ കെയിം ടു മീ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരാശയം വരുന്നു. ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻസ് ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. എങ്ങനെ എൻ്റെ കൃതജ്ഞത അദ്ദേഹത്തോട് കാണിക്കണം എന്നതിനെക്കുറിച്ച് ഓർത്ത് ഐ വാസ് റാക്കിംഗ് മൈ ബ്രെയിൻസ്. ഐ മീൻ ഐ വാസ് ടോട്ടലി ഡിസ്റ്റർബ്ഡ്. ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ഇവിടെ റാക്കിംഗ് മൈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഇങ്ങനെ റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെ ഞാൻ ഇയാളോടൊരു നന്ദി കാണിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ കാണിക്കാനാണ് റാക്കിംഗ് മൈ ബ്രെയിൻസ് എന്നുള്ള ആ ഒരു പ്രയോഗം അവിടെ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഹീ ഡിഡ്ന്റ് നോ ഹൗ ടു ഷോ ഹിസ് താങ്ക്ഫുൾനെസ്. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃതജ്ഞത കാണിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഓക്കെ, ആൻഡ് ഹി വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലിസൺ. ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് ഏർജൻ്റ്ലി. അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ച് ഞാൻ ഏർജൻ്റായി സംസാരിക്കാൻ തുടങ്ങി. ആര്? സ്പിൽമൻ. ഐ നെവർ ടോൾ യു മൈ നെയിം. ഞാൻ എൻ്റെ പേര് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. യു ഡിഡ്ന്റ് ആസ്ക് മീ. നിങ്ങൾ എന്നോട് ചോദിച്ചതുമില്ല. ബട്ട് ഐ വോണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷെ നിങ്ങൾ എൻ്റെ പേര് ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹു നോസ് വാട്ട് മേ ഹാപ്പൻ. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇഫ് ഐ സർവൈവ്, ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, ഐ വിൽ സർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ വീണ്ടും വർക്ക് ചെയ്യുന്നത് പോളിഷ് റേഡിയോയ്ക്ക് വേണ്ടിയായിരിക്കും. ഐ വാസ് ദർ ബിഫോർ ദ വാർ. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അവിടെയായിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, എങ്ങനെയെങ്കിലും നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ, റിമെമ്പർ മൈ നെയിം സ്പെൽമൻ പോളിഷ് റേഡിയോ. നിങ്ങൾ എൻ്റെ പേരൊന്ന് ഓർത്തു വയ്ക്കണം, സ്പെൽമൻ പോളിഷ് റേഡിയോ. പോളിഷ് റേഡിയോയിലെ സ്പിൽമൻ എന്ന് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. ഹി സ്മൈൽ ഹിസ് യൂഷ്വൽ സ്മൈൽ. ആ സമയത്ത് അദ്ദേഹം പതിവ് പോലെ ചിരിക്കുന്നു. ഹാഫ് ഷൈ ആൻഡ് എംബ്രാസ്ഡ്. അദ്ദേഹം ഒരു നാണം കുടുങ്ങിയ പോലെ. എംബ്രാസ് മീൻസ് ഷെയിം.
ഐ മീൻ ഒരു ഹ്യൂമിലിയേറ്റഡ് ആയതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമിലിയേറ്റഡ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് എംബരാസ്ഡ്, ടു കോസ് ഷെയിം. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ വിത്ത് മൈ നെയ് വിഷ് ടു ഹെൽപ്പ് ഹിം. പക്ഷേ സ്പിൽമന് തോന്നുകയാണ് തൻ്റെ ആ ഒരു സഹായ വാഗ്ദാനം കൊണ്ട് അദ്ദേഹത്തെ സന്തോഷപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിച്ചു. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് നെയ്വ് ഈസ് ഇന്നസെൻറ്റ്, നിഷ്കളങ്കമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായം, ആ സഹായ വാഗ്ദാനം കേട്ടപ്പോൾ ജർമ്മൻ ഓഫീസർ ഹാപ്പി ആയതുപോലെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഓക്കെ, ദ ഫേസ്റ്റ് ഹാർഡ് ഫ്രോസ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. ഡിസംബർ പകുതി ആയപ്പോഴേക്ക് മഞ്ഞ് കാലം വരുന്നുണ്ട്. ക്രിസ്മസ് കെയിം, ക്രിസ്മസ് വരുന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, 1945 ന്യൂ ഇയർ വരുന്നുണ്ട്. ദ സിക്സ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ദ വാർ ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ. സ്പെൽമൻ പറയുന്നു, ഈ കഴിഞ്ഞ 6 വർഷങ്ങളായി അദ്ദേഹത്തിനുണ്ടായ ക്രിസ്മസ് സെലിബ്രേഷൻസ്, ന്യൂ ഇയർ സെലിബ്രേഷൻസിൽ ഏറ്റവും വേഴ്സ്റ്റായ ഒന്നായിരുന്നു ഇത് എന്ന്. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസ്ണിംഗ് ടു ദ സ്റ്റോമി വിൻഡ്. അദ്ദേഹം ആ ഒരു ഇരുട്ടുമുറിക്കകത്ത് ആ ഒരു സ്റ്റോമി വിൻഡിൻ്റെ സൗണ്ട്സൊക്കെ ലിസൺ ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. I heard the squeaking and rustling of rats and mice running back and forth in the attic. അദ്ദേഹം ആ ഒരു അറ്റിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഈ എലികളുടെ ഈ ചുണ്ടലിയുടെയൊക്കെ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്ക്വീക്ക് ഈസ് എ ഷോർട്ട് ഹൈ പിച്ച്ഡ് സൗണ്ട്. ഐ മീൻ ഷോർട്ടായിട്ടുള്ള ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള സൗണ്ടിനെയാണ് സ്ക്വീക്ക് എന്ന് പറയുക. നമ്മൾ ഈ എലിയുടെയൊക്കെ ആ ഒരു ശബ്ദം ഭയങ്കര ഷോർട്ടാണെങ്കിലും നല്ല സൗണ്ടിലായിരിക്കും. ഓക്കെ, ആൻഡ് റസിൽ എന്ന് പറഞ്ഞാൽ എ സോഫ്റ്റ് സൗണ്ട് മെയ്ഡ് ബൈ തിങ്സ് ലൈക്ക് ലീവ്സ് ഓഫ് പേപ്പർ. ഈ പേപ്പറോ ലീവ്സൊക്കെ ഇളകുന്ന സമയത്തൊക്കെ വരുന്ന ഒരു ഈ കാറ്റടിക്കുന്ന സമയത്ത് ഇളംകാറ്റിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സൗണ്ടിനെയാണ് റസ്ലിംഗ് എന്ന് പറയുക. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ അവരുടെ ആ ഒരു സ്ക്വീക്കിങ്ങും റസ്ലിംഗും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് പറയാം. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഈസ് ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. ഐ മീൻ യുദ്ധത്തിൻ്റെ സമയത്തും അതിന് മുന്നേയുമുള്ള എല്ലാ ക്രിസ്മസിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ ഐ ഹാഡ് എ ഹോം. സ്പെൽമൻ ഒരു വീടുണ്ടായിരുന്നു. പാരൻസ്, 2 സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദർ. അദ്ദേഹത്തിന് മാതാപിതാക്കളും സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ എനിമോർ. ശേഷം അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് വി വർ ടുഗെദർ, എങ്കിൽ പോലും അവരൊരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് എലോൺ. പിന്നീട് അദ്ദേഹം ഒറ്റയ്ക്കാവുന്നു. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ചുറ്റിലും അദ്ദേഹത്തിന് അറിയാത്ത ആളുകളായിരുന്നു, മറ്റ് ചില ആളുകളായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ്. ഐ സപ്പോസ്ഡ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. മറ്റാരെക്കാളും ഈ ലോകത്ത് ഇന്ന് അദ്ദേഹം ഒറ്റയ്ക്കാണ്. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. ഇനിയും എനിക്ക് ജീവിക്കണമെന്നാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും അവിടെ എങ്ങനെ ഇരിക്കണമായിരുന്നു, ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണമായിരുന്നു. ഓക്കെ, ഓൺ 14 January, unusual noises in the building and the street outside woke me. ജനുവരി 14 ആ ബിൽഡിങ്ങിന് പുറത്തുള്ള അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടാണ് അദ്ദേഹം ഉണരുന്നത്. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. സോൾജേഴ്സ് സ്റ്റെയർ കയറുന്നുണ്ട്. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. അജിറ്റേറ്റഡ് ആയ, പരിഭ്രാന്തിപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടുകൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15 January, ദ സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദ പ്രീവിയസ്ലി സൈലൻറ്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. അതായത് ജനുവരി 15 ഏർലി മോർണിംഗിന് മുന്നേ സൈലൻ്റ് ആയിരുന്നിടങ്ങളിൽ നിന്നും എന്ത് ചെയ്യാണ്, ആർട്ടിലറി ഫയറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഐ ടോൾ യു ദ മീനിങ് ഓഫ് ദ വേർഡ് ആർട്ടിലറി, ലാർജ് ഗൺസ് യൂസ് ഫോർ വാർസ്. ഓക്കെ, അപ്പോൾ ഈ ഗൺ ഷോട്ടിൻ്റെ ശബ്ദം ഈ ജാനുവരി 15 ഏർലി മോർണിംഗിന് മുന്നേ കേൾക്കാത്തിടത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷൂക്ക് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഹെൽ തണ്ടർ. ആ ഒരു ഗൺ ഷോട്ടിൻ്റെ ശബ്ദം കൊണ്ട് ആ ഗ്രൗണ്ടിലെ അതുപോലെ ബിൽഡിങ്ങിൻ്റെ വാളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഷെയ്ക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 3 hours later, 3 മണിക്കൂർ കഴിഞ്ഞ്, ദ ഹെവി ആർട്ടിലറി ഫയർ ഡൈ ഡൗൺ അഗെയിൻ. ഒരിക്കൽ കൂടെ ശക്തമായ ഒരു ഗൺ ഷോട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. ആ സമയത്ത് അദ്ദേഹം മുന്നെയൊന്നും ഇല്ലാത്തതിനേക്കാളും കൂടുതലായി പേടിക്കുന്നുണ്ട്. ഐ ഡിഡൻറ്റ് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്.
ആ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ആൻഡ് ദ സ്ട്രീറ്റ് ഫയറിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ്. കാരണം ഏത് സമയം വേണമെങ്കിലും എന്ത് തുടങ്ങാം, ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റിംഗ് തുടങ്ങാം. ആൻഡ് ഐ കുഡ് ബി കിൽഡ്, ഞാൻ കൊല ചെയ്യപ്പെടാം. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സ്പിൽമന് ആ ഒരു ഡേയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ദ നൈറ്റ് പാസ്റ്റ് പീസ്ഫുള്ളി, അങ്ങനെ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു രാത്രിയും കഴിയുന്നു. അറൗണ്ട് 1 o'clock, 1 മണി സമയമായപ്പോൾ ഐ ഹേർഡ് ദ റിമൈനിങ് ജർമൻസ് ലീവിങ് ദ ബിൽഡിംഗ്. ആ ഒരു 1 മണി സമയമായപ്പോഴാണ് അവിടെ ബാക്കിയുള്ള ജർമ്മൻ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ ആ ബിൽഡിങ് വിടുന്നതായി ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് കാണുന്നുണ്ട്, ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. സൈലൻസ് ഫെൽ, അവിടെ ഒരു നിശബ്ദത വീഴുന്നു. ഐ കുഡൻറ്റ് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആ ബിൽഡിങ്ങിന് പുറത്ത് ഈ ഗാർഡ്സിൻ്റെ ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേൾക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോട്ട് അൺടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റെസണൻറ്റ് നോയ്സ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നെ ഏർലി അവേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സൈലൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലൗഡ് റെസണൻറ്റ് നോയ്സിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഐ മീൻ ഇവിടെ റെസണൻറ്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ലൗഡ് ആൻഡ് ക്ലിയർ, വളരെ വ്യക്തമായ നല്ല ശബ്ദത്തിലുള്ള എന്നർത്ഥം വരുന്ന വാക്കാണ്. എക്കോയിങ്, ഈ പ്രതിധ്വനിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു വാക്കാണ് റെസണൻറ്റ്. ആൻഡ് ആ ഒരു അനൗൺസ്മെൻറ്റ് ആക്ച്വലി ഹി വാസ് എക്സ്പെക്ടിങ് ദാറ്റ്, അദ്ദേഹം അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവർ നിയർ ബൈ വർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ് ഇൻ പോളിഷ് of the defeat of Germany and the liberation of Warsaw. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സിലൂടെ ഒരു പോളിഷ് ഭാഷയിൽ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. എന്തായിരുന്നു അനൗൺസ്മെൻറ്റ്? അതായത് ഈ ജർമ്മനിയുടെ ഡിഫീറ്റിനെ കുറിച്ചും ജർമ്മനിയുടെ പരാജയവും അതുപോലെ വാഴ്സയുടെ സ്വാതന്ത്ര്യത്തെയും ചൊല്ലിയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു പോളിഷ് ഭാഷയിൽ ആ റേഡിയോ ലൗഡ് സ്പീക്കേഴ്സിലൂടെ കേട്ടിരുന്നെന്ന് പറയാണ്. ആക്ച്വലി ഇവിടെ നമ്മുടെ സ്പിൽമൻ അങ്ങനെയൊരു അനൗൺസ്മെൻറ്റ്, അങ്ങനെയൊരു വാർത്ത കേൾക്കാനായിട്ട് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ദ ജർമൻസ് ഹാഡ് വിഡ്രോൺ വിതൗട്ട് എ ഫൈറ്റ്. ഐ മീൻ ജർമൻസ് ഫൈറ്റിനൊന്നും നിൽക്കാതെ അവർ പിൻവാങ്ങുന്നു. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ് ഐ പ്രിപ്പയർഡ് ഫിവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. ഐ മീൻ അദ്ദേഹം പിറ്റേ ഡേ ആകുമ്പോഴേക്ക് ഇദ്ദേഹം വളരെ പെട്ടെന്ന് ഫിവറിഷ്ലി സഡൻലി പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പോകാനുള്ള ഐ മീൻ പുറത്തിറങ്ങാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, അവിടെ പറയുന്നുണ്ട്. ആൻഡ് മൈ ഓഫീസർ ഹാഡ് left me a German military overcoat to keep me from freezing. അതായത് ഇവിടെ ആ ജർമ്മൻ ഓഫീസർ വാഴ്സ വിട്ട് പോകുന്ന സമയത്ത് സ്പെൽമന് ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ. അദ്ദേഹം ആ ഒരു ജർമ്മൻ കോട്ട് ധരിച്ചിട്ടുണ്ട്. വെൻ ഐ സഡൻലി ഹേർഡ് ദ റിത്മിക് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. പെട്ടെന്നാണ് അദ്ദേഹം പുറത്ത് എന്ത് കേൾക്കുന്നത്, ഈ ഗാർഡ്സിൻ്റെ ഫുഡ് സ്റ്റെപ്പിൻ്റെ ശബ്ദം വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. ഹാവ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്പ് വിഡ്രോൺ. അതായത് സോവിയറ്റും പോളിഷ് സോൾജേഴ്സും പിൻവാങ്ങിയതല്ലേ, പിന്നെ അവിടെ ആരാ ഈ ഫുഡ് സ്റ്റെപ്സ് ആരുടെയാണ് എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഐ സാങ്ക് ഓൺ മൈ മാട്രസ്. ഇദ്ദേഹം തൻ്റെ പായയിൽ ആകെ നിരാശയിൽ മുങ്ങിയിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അറ്റർലി ഡിജക്റ്റഡ്, ഹി വാസ് ടോട്ടലി ഡെസ്പയർഡ്. തീർത്തും നിരാശനായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു. ആൻഡ് ലെയ്തർ അൺടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. പുതിയൊരു വാർത്ത കേൾക്കുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കുന്നുണ്ട്. ദ വോയിസസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. പിന്നീട് അദ്ദേഹത്തിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും ശബ്ദം കേൾക്കാൻ ഒക്കുന്നു. അറ്റ് ഓൾ കോസ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. പിന്നീട് അദ്ദേഹം എന്താണ് അവിടെ സംഭവിക്കുന്നത് വിവരം അറിയണം എന്നുള്ള ആ ഒരു ആകാംക്ഷയോടുകൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഐ റാൻ ഡൗൺ സ്റ്റെയർസ്. അദ്ദേഹം ഡൗൺ സ്റ്റെയറിലേക്ക് ഓടുന്നു. പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോറിലൂടെ അദ്ദേഹം തൻ്റെ തല പുറത്തേക്കിട്ട് നോക്കുന്നു. ആൻഡ് ലുക്ക്ഡ് ഔട്ട്, ചുറ്റിലും നോക്കുകയാണ്. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. നല്ല മഞ്ഞുള്ള ഒരു പ്രഭാത സമയമായിരുന്നു. ടു മൈ ലെഫ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്ത്, നോട്ട് ഫാർ അവേ, ഒരുപാട് ദൂരെയൊന്നുമല്ലാതെ, സ്റ്റൂഡ് എ വുമൻ സോൾജിയർ ഇൻ എ യൂണിഫോം ധരിച്ച
ഒരു പട്ടാളക്കാരി, ഒരു വുമൺ സോൾജിയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ആളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല മഞ്ഞുള്ളൊരു പ്രഭാതമായിരുന്നു എന്ന കാരണത്താൽ. എ വുമൻ വിത്ത് എ ബണ്ടിൽ ഓൺ ഹർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വലതു ഭാഗത്ത് നിന്ന് ഒരു ലേഡി ഒരു ബണ്ടിലും പിടിച്ചെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാണ്ഡക്കെട്ടുമായി ഒരു ലേഡി ഇദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് നേരെ സമീപിക്കുന്നു. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചർ ടു സ്പീക്ക് ടു ഹർ. അവൾ അടുത്തെത്തിയ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അവരുമായി സംസാരിക്കുന്നു. ഐ മീൻ വെഞ്ചർ, ഹി ടുക്ക് ദ റിസ്ക് ഓഫ് ആസ്കിങ്, റിസ്ക് ഓഫ് സ്പീക്കിംഗ് ടു ഹർ. ഐ മീൻ അവളുമായി സംസാരിക്കാനുള്ള ആ ഒരു റിസ്ക് അദ്ദേഹം എടുക്കുന്നുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ, അദ്ദേഹം ചോദിക്കുക, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ് ബെക്കണിങ് ഹർ ഓവർ. അവളെ ബെക്കൺ ചെയ്യുന്ന പോലെ. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ബെക്കൺ ഈസ് കോൾ യൂസിങ് ജസ്റ്റേഴ്സ്. നമ്മൾ ജസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് ഒരാളെ വിളിക്കുന്നതിനെയാണ് മാടി വിളിക്കുക എന്നൊക്കെ പറയൂലേ, ആ ഒരു വാക്യമാണ് ബെക്കണിങ്. അപ്പോൾ ഇദ്ദേഹം ഒരു പതിഞ്ഞ സ്വരത്തിലാണ് ഇവരോട്, ഈ ഒരു ലേഡിയുടെ അടുത്ത് സംസാരിക്കുന്നത്. ഹലോ, എക്സ്ക്യൂസ് മീ. ഷീ സ്റ്റെയർഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ സ്ട്രീക്ക് ഓഫ് എ ജർമൻ. അവൾ എന്നെ സ്റ്റെയർ ചെയ്യുന്നു. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്റ്റെയർഡ് ഈസ് ലുക്ക്ഡ് അറ്റ് ഷാർപ്ലി. ഷാർപ്പായിട്ട് ഇദ്ദേഹത്തെ നോക്കുന്നു. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ, കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബണ്ടിൽ അവിടെ ഉപേക്ഷിക്കുന്നു. ആൻഡ് ടോക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ സ്ട്രീക്ക് ഓഫ് എ ജർമൻ. എ ജർമൻ, ഒരു ജർമൻ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് കരഞ്ഞോടുന്നുണ്ട്. സോ ഹിയർ ടേക്ക് ടു വൺസ് ഹീൽസ് എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ് വിച്ച് മീൻസ് റൺ എവേ ക്വിക്ക്ലി. ഐ മീൻ വേഗത്തിൽ ഓടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടേക്ക് ടു വൺസ് ഹീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവളെന്ത് ചെയ്യാണ്, എ ജർമൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ് സോ മീ എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ. പെട്ടെന്ന് ആ ഒരു ഗാർഡ് എൻ്റെ നേരെ തിരിയുന്നു, എന്നെ എയിം ചെയ്തിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഷീൻ പിസ്റ്റൾ എന്ത് ചെയ്യുന്നു, ഫയർ ചെയ്യുന്നു. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. ആ ബുള്ളറ്റുകൾ കൊണ്ടത് ചുമരിലാണ്. ആൻഡ് വിത്തൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റേഴ്സ് ആൻഡ് ടുക്ക് ദ റെഫ്യൂജ് ഇൻ ദ അറ്റക്. ഞാൻ നേരെ ഓടിയിട്ട് ആ ഒരു അറ്റക്കിനകത്ത് തന്നെ എന്ത് ചെയ്തു, അഭയം തേടി എന്ന് പറയുന്നുണ്ട്. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആ ഒരു ലിറ്റിൽ വിൻഡോയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. പട്ടാളക്കാർ ആ ഒരു ബിൽഡിങ്ങിനെ പൂർണ്ണമായും വളയുന്നതായി, സറൗണ്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഐ ഹേർഡ് സോൾജിയേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ ആൻഡ് ദെൻ ദ സൗണ്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോഡിംഗ് ഹാൻഡ് ഗ്രനേഡ്സ്. പിന്നീട് അദ്ദേഹത്തിന് അവിടെ കേൾക്കാൻ സാധിക്കുന്നത്, ഐ മീൻ സോൾജിയേഴ്സ് പരസ്പരം വിളിക്കുന്നതും അതുപോലെ തന്നെ ഹാൻഡ് ഗ്രനേഡ്സിൻ്റെ ആ ഒരു സൗണ്ട്, എക്സ്പ്ലോഷൻ്റെ സൗണ്ടാണ് കേട്ടതെന്ന് പറയുന്നുണ്ട്. ഐ ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ഗ്രനേഡ്. ഗ്രനേഡ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ എക്സ്പ്ലോസീവ് ഡിവൈസ്. ഓക്കെ. ആൻഡ് ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു, അബ്സേർഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസ. അങ്ങനെ സ്വതന്ത്രമായ വാഴ്സയ്ക്കകത്ത് അദ്ദേഹം പോളിഷ് സോൾജേഴ്സിനാൽ, പോളിഷ് പട്ടാളക്കാരാൽ കൊല ചെയ്യപ്പെടാൻ പോകുന്നു. ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, അതായത് ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു വേർജിൽ വെച്ച്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് വേർജ് ഈസ് എഡ്ജ് ഓർ ബോർഡർ ഓഫ് സംതിങ്. എന്തിൻ്റെങ്കിലും ഒരു എഡ്ജിനെയാണ്, അതല്ലെങ്കിൽ ബോർഡറിനെയാണ് അങ്ങനെ പറയാം. അതായത് സ്വാതന്ത്ര്യം കിട്ടാനിരിക്കുന്ന സമയത്താണ് തൻ്റെ രാഷ്ട്രത്തിലെ പട്ടാളക്കാരാൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നു, കൊല ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നു. ആൻഡ് ഐ ബിഗാൻ ടു വണ്ടർ ആൻഡ് ഫീവറിഷ്ലി. ഹിയർ ഫീവറിഷ്ലി, സഡൻലി, പെട്ടെന്ന് ഹി ബിഗാൻ ടു വണ്ടർ, ഹി ബിഗാൻ ടു തിങ്ക്. അദ്ദേഹം ചിന്തിക്കുന്നു, ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ്, ഞാൻ എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തും ദാറ്റ് ഐ വാസ് പോളിഷ്, ഞാനൊരു പോളിഷാണ് എന്ന്. ബിഫോർ ദേ ഡിസ്പാച്ച് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമൻ ഇൻ ഹൈഡിങ്. അതായത് ഒരു ഒളിച്ചിരിക്കുന്ന ജർമ്മനാണ് എന്ന് കരുതിയിട്ട് എന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ, അടുത്ത ലോകത്തേക്ക് എന്നെ പറഞ്ഞയക്കുന്നതിന് മുന്നേ എങ്ങനെ ഞാൻ അവരെ ബോധ്യപ്പെടുത്തും ഞാനൊരു പോളിഷാണ് എന്ന കാര്യം. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഡെസ്പാച്ച് ഈസ് ടു സെൻഡ് സംതിങ് സംവർ. എന്തെങ്കിലും ഒരു സംഗതി മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നതിനെയാണ് ഡെസ്പാച്ച് എന്ന് പറയാം.
ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റെയർസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റെയറുകൾ ഇറങ്ങാൻ തുടങ്ങി. ഷൗട്ടിങ് ആസ് ലോഡ് ആസ് ഐ കുഡ്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു, ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാനൊരു പോളിഷാണ്. നമ്മളിവിടെ പോളിഷ് എന്ന് വിളിക്കുന്നത് എ നേറ്റീവ് ഓഫ് പോളണ്ടിനെയാണ്. പോളണ്ടിൽ ജീവിക്കുന്നയാളെയാണ് പോളിഷ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദി സ്റ്റെയർസ്. പിന്നീട് അദ്ദേഹം കേൾക്കുന്നത് വളരെ വേഗത്തിൽ ആ സ്റ്റെയർസ് കയറി വരുന്ന ഫുഡ് സ്റ്റെപ്സ് ആണ്. ഓക്കെ, ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം. അവിടെ ഒരു പോളിഷ് യൂണിഫോമിലുള്ള ഒരു യങ് ഓഫീസറെ കാണുന്നു. വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഈഗിൾ ഉണ്ടായിരുന്നു, ഐ മീൻ ഒരു പരുന്തിൻ്റെ സിമ്പിൾ ഉണ്ടായിരുന്നു. കെയിം ഇൻ ടു വ്യൂ. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സ് അപ്പ്. അദ്ദേഹം എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ്. എവിടെ സ്പിൽമൻ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ അവിടെ ആവർത്തിക്കുന്നു, ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്, ഐ എം പോളിഷ്. ദ ലെഫ്റ്റനൻറ്റ് വെൻ റെഡ് വിത്ത് ഫറി. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലെഫ്റ്റനൻറ്റ്, ഹു ഇസ് എ ലെഫ്റ്റനൻറ്റ്, ആൻ ഓഫീസർ ഓഫ് മിഡിൽ റാങ്ക് ഇൻ ദ ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സിനകത്തെ മിഡിൽ റാങ്കിലുള്ള ഓഫീസറെയാണ് ലെഫ്റ്റനൻറ്റ് എന്ന് വിളിക്കുന്നത്. ബിലോ എ ക്യാപ്റ്റൻ, ഒരു ക്യാപ്റ്റന് തൊട്ട് താഴെയായി വരുന്ന. ഓക്കെ, അപ്പോൾ അദ്ദേഹം തന്നെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം ഹാൻഡ്സപ്പ് പറയുന്നു. അപ്പോൾ ഈ സമയത്ത് ഇദ്ദേഹം കരഞ്ഞു പറയുന്നു, ഡോണ്ട് ഷൂട്ട്, ഐ എം എ പോളിഷ് എന്ന്. ഈ സമയത്ത് ആ ഒരു ലെഫ്റ്റനൻറ്റിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമയ്ക്കുന്നുണ്ട് എന്ന കാര്യം പറയുന്നു. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോൺ യു കെയിം ഡൗൺ. അദ്ദേഹം ചോദിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ താഴോട്ട് വന്നില്ല? ആൻഡ് ഹി റോർഡ്. ശരിക്കും ഗർജന ശബ്ദം പോലെയാണ്, അത്രയും ഉച്ചത്തിലാണ് ആ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോർട്ട്. മാത്രമല്ല, ഈ ഒരു ജർമ്മൻ കോർട്ടിനകത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നും കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഓൺലി വെൻ ദ സോൾജിയേഴ്സ് ഹാഡ് ടേക്കൻ എ ക്ലോസർ ലുക്ക് അറ്റ് മീ. അവർ എന്നെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ്, ആൻഡ് റിവ്യൂഡ് ദ സിറ്റുവേഷൻ, അവർ എൻ്റെ ആ ഒരു സാഹചര്യം ശരിക്കും മനസ്സിലാക്കിയപ്പോഴാണ്, ഡിഡ് ദ റിയലി ബിലീവ് ഐ വാസ് ഇൻ ജർമ്മൻ, ഞാനൊരു ജർമ്മൻ അല്ല എന്നവർ വിശ്വസിച്ചത്. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ ടു ദിയർ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ അവർ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു? അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആൻഡ് സോ ദാറ്റ് ഐ കുഡ് ഹാവ് വാഷ് ആൻഡ് ഹാവ് എ മീൽ. ആ ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ച് ഇദ്ദേഹത്തിനൊന്ന് വാഷ് ചെയ്യാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ 2 weeks, 2 ആഴ്ചകൾ കഴിഞ്ഞ്, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററി, മിലിറ്ററിയുടെ ഒരു നല്ല കെയറിങ്ങിന് ശേഷം, പരിപാലനത്തിന് ശേഷം, ഐ വാക്ക്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ് ഓഫ് വാഴ്സ വിതൗട്ട് ഫിയർ. യാതൊരു പേടിയുമില്ലാതെ ഞാൻ വാഴ്സ തെരുവിലൂടെ നടന്നു. എ ഫ്രീ മാൻ, പൂർണ്ണമായും സ്വതന്ത്രനായ ഒരു മനുഷ്യനായിട്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years, 6 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് ഞാൻ സമാധാനത്തോടുകൂടെ സ്വതന്ത്രമായി നടന്നു എന്ന് പറയുന്നുണ്ട്. ഐ ലുക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി. ഞാൻ ആ നടക്കുന്ന സമയത്ത് വാഴ്സ സിറ്റിയുടെ നോർത്ത് സൈഡിലേക്ക് ഞാൻ നോക്കി എന്ന് പറയുന്നുണ്ട്. ആൻഡ് വേർ ദ ഗെറ്റോ ഹാഡ് ബീൻ. മുന്നേ ഗെറ്റോ ഉണ്ടായിരുന്ന, സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഗെറ്റോ ഈസ് എ പാർട്ട് ഓഫ് എ ടൗൺ ഓർ വില്ലേജ് മാർക്ക്ഡ് ഔട്ട് ഫോർ ദ പുവർ ആൻഡ് ദ മാർജിനലൈസ്ഡ്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു വില്ലേജ് ഓർ ടൗണിൻ്റെ ഭാഗത്തെയാണ് ഗെറ്റോ എന്ന് പറയുക. ജൂതരായ ആളുകൾ പണ്ട് കാലത്ത് താമസിക്കാൻ നിർബന്ധിതരായിരുന്നത് ഈ ഗെറ്റോകളിലായിരുന്നു. ഓക്കെ, ആൻഡ് $500,000 Jews had been murdered. അവിടെ 500,000 ജൂതന്മാരെ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. There was nothing left of it. ഇപ്പോൾ ഒന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല. Tomorrow I must begin a new life. നാളെ ഞാൻ പുതിയൊരു ജീവിതം ആരംഭിക്കും. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. എൻ്റെ കൂടെ ആരുമില്ല, ആര് മാത്രമേ കൂടെയുള്ളൂ, മരണം മാത്രമാണ് എൻ്റെ പിന്നിലുള്ളൂ എന്ന് പറയുന്നു. ഐ വെൻറ്റ് ഓൺ മൈ വേ. ഇത്രയും പറഞ്ഞിട്ട് ഈ ഒരു ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന മെംവാക്യകത്തെ ഇൻ ദ അറ്റിക് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാണ്, ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സോ ആക്ച്വലി നമ്മുടെ വാഡിസ്ലാവ് സ്പിൽമൻ്റെ മെംവ ആണ് ദ പിയാനിസ്റ്റ്. ആ ഒരു ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന വർക്കിനകത്തെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ ഈ പഠിക്കുന്ന ഇൻ ദ അറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ.
ഓക്കെ, ഇവിടെ ഈ ഒരു ജർമ്മൻ ഓഫീസറുടെ പേര് വേം ഹസൻഫെൽഡ് എന്നാണ് എന്നവിടെ താഴെ ഒരു ബോക്സിനകത്ത് പറയുന്നുണ്ട്. യു ക്യാൻ സീ ദ വേം ഹസൻഫെൽഡ്, ദ സോൾജിയർ ഹു സേവ്ഡ് വാരിസ്ലവ് സ്പിൽമാൻ ഓൾസോ സേവ്ഡ് മെനി അതർ ഇൻഡിവിജ്വൽസ്. വേറെയും ഒരുപാട് വ്യക്തികളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹി വാസ് ക്യാപ്ചർഡ് ബൈ ദ റെഡ് ആർമി ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വാർ. യുദ്ധം അവസാനമായപ്പോഴേക്ക് റെഡ് ആർമി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. ആൻഡ് ഹി കുഡിൻറ്റ് കോണ്ടാക്ട് സ്പെൽമൻ, അദ്ദേഹത്തിന് സ്പെൽമനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഡൈഡ് ഇൻ എ സോവിയറ്റ് പ്രിസൺ ഇൻ 1952. 1952 ഒരു സോവിയറ്റ് പ്രിസൺ അകത്ത് വെച്ചാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത് എന്നതാണ്. അപ്പോൾ ഇത്രയാണ് വാഡിസ്ലാവ് സ്പിൽമൻ്റെ ഇൻ ദ അറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പറയുന്നത്.